ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരന്തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമസ്മരണാത് ഭവേത്. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. നമ്മൾ ശ്രീരാമഹൃദയത്തിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. വായിക്കുന്നതും പ്രഭാഷണവുമായിട്ട് നമുക്ക് വിശദമായിട്ട് പോകുന്നതുകൊണ്ട് ഒത്തുപോകുന്നില്ല. മനപ്രയാസം വിചാരിക്കേണ്ട. നമുക്ക് പഠിക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന അവസരത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് പഠിക്കുക എന്ന് വിചാരിക്കുക. അഞ്ജനാതനേനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മംഗളവാച പുനരവനോടുര ചെയ്തു. ഈ ഭാഗത്തെയാണ് ശരിക്കും ശ്രീരാമഹൃദയം എന്ന് സൂചിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ രാമായണ മാഹാത്മ്യം ഇന്നലെ വായിച്ചപ്പോൾ ശ്രീരാമഹൃദയത്തിന്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ. പരമാത്മാവാകുന്ന ബിംബം ഇന്നലെ എവിടെ പ്രതിബിംബിക്കുമെന്നാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? പരമാത്മാവ് ഓരോ ജീവന്റെയും മനോബുദ്ധ്യാദികളിൽ പ്രതിബിംബിക്കുമ്പോഴുണ്ടാകുന്നതാണ് ജീവഭാവം. എപ്പോഴാ പറഞ്ഞതെന്നും കൂടെ പറയാം. ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ചേതോ ദർപ്പണത്തിന്റെ. ദർപ്പണം പ്രതിബിംബത്തെ കാണിക്കുന്നതാണ്, നമുക്കൊക്കെ അറിയാം. ദർപ്പത്തെ വർദ്ധിപ്പിക്കുന്നതെന്നൊക്കെ സൂചിപ്പിക്കുകയും കൂടെ ചെയ്തു എന്നർത്ഥം അല്ലേ. അപ്പോൾ ബിംബം അതിന്റെ മുമ്പിൽ ചെന്നാൽ എന്ത് കാണും? അതില് ബിംബത്തെക്കാൾ ഭംഗിയുള്ളതായിട്ട് തോന്നുമോ പ്രതിബിംബം? മനുഷ്യൻ പോയി നിന്നാ കുരങ്ങിന്റെ രൂപം കാണുമോ? പിന്നെന്താ ദർപ്പത്തിന്റെ പ്രത്യേകത? യാതൊന്നാണോ അതിന്റെ മുമ്പിൽ വരുന്നത് അതിന്റെ പ്രതിബിംബം ആണ് ദർപ്പത്തിന്റെ വലിയൊരു പ്രത്യേകത. അതിന് മിസ് വേൾഡ് എന്നോ സുന്ദരൻ നീ എന്നോ ഉള്ള പ്രത്യേകതയൊന്നുമില്ല. യാതൊന്നാണോ അതിന്റെ മുമ്പിൽ വരുന്നത് അതിനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ഇതേപോലെ മനോബുദ്ധ്യാദികളെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ശരിയായ പ്രതിബിംബം നമ്മുടെ ഉള്ളിൽ തെളിയും. ഇവിടെ സൂചിപ്പിക്കുന്നു, പരമാത്മാവാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. ഈ പരമാത്മ ജീവാത്മഭാവം രണ്ടായിട്ട് കാണുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ പല ഉദാഹരണങ്ങൾ പറയാറുണ്ട് ശാസ്ത്രം. ഇനി ലക്ഷ്മണോപദേശത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വേറെ ചില ഇതൊക്കെ കാണും. രണ്ടും പര്യായപദമാണ്. പര്യായപദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിനണിംസ്, ഒരേ അർത്ഥം വരുന്ന പല വാക്കുകളെയാണ് എന്നർത്ഥം. പങ്കജം, സരസിജം, താമരയുടെ പര്യായ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഉദ്ദേശിക്കുന്ന ഒരേ താമര എന്ന് പറയുന്നത് പോലെ ഇവിടെ ബിംബവും പ്രതിബിംബവുമായിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നർത്ഥം. പ്രതിബിംബം പ്രതിഫലിപ്പിക്കുന്ന പ്രതലത്തിനനുസരിച്ച് മാറി മാറി വരും. പക്ഷെ അതൊന്നും ബിംബത്തെ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. പ്രതിബിംബത്തിന്റെ സ്വഭാവം പ്രതലത്തെ ആശ്രയിച്ച് മാറിയിരിക്കുന്നത്. പൊടി പിടിച്ചതും മോശമായതുമായ കണ്ണാടിയാണെങ്കിൽ പ്രതിബിംബം മോശമായി. അതുകൊണ്ട് ബിംബം മോശമായി എന്നർത്ഥമില്ല. മറ്റൊന്ന്, പ്രതിബിംബിക്കുന്ന പ്രതലങ്ങൾ ഇളകുമ്പോൾ പ്രതിബിംബം ഇളകുന്നത് പോലെ തോന്നും. പക്ഷെ അതൊന്നും ബിംബത്തെ ബാധിക്കയില്ല.
ഇതൊക്കെ മനസ്സിലാക്കാനുണ്ട് ഈ ബിംബപ്രതിബിംബം എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ താഴോട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഓരോരോ ജലാശയെ അല്ലേ. എത്രയോ പ്രതലങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ ഉള്ളതുപോലെ തോന്നും. പക്ഷെ ബിംബം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയില്ലേ, പല കണ്ണാടി വെച്ച് ബാർബർ ഷോപ്പിൽ സ്ത്രീകളധികം പോകാത്തതുകൊണ്ട് അറിയില്ല, മുമ്പിലും പുറകിലുമായിട്ട് കണ്ണാടി വെക്കും. അപ്പൊ എത്ര ഇമേജ് കാണും? മുമ്പിലും പുറകിലും ഓരോ കണ്ണാടി വെച്ചാൽ എത്ര ഇമേജ് കാണും? ഇൻഫിനിറ്റ്, എണ്ണമില്ലാന്നർത്ഥം. രണ്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രതിബിംബം ആദ്യം ഇതിൽ വരുന്നു, അത് പുറകിലത്തെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു, അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നു, ഇങ്ങനെ അനേകം. അതാണ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞത്. എണ്ണമില്ലാത്ത പ്രതിബിംബം. പിന്നെ നിറയെ കണ്ണാടിയാണെങ്കിലോ എത്ര പ്രതിബിംബം ഉണ്ടെന്ന്. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ബിംബം എത്രയുണ്ട് നോക്കൂ, എത്ര സുന്ദരമായ. അപ്പോൾ ഭഗവാനാകുന്ന ബിംബം ഒന്ന് മാത്രം, പ്രതലങ്ങൾ എത്രയോ ഉണ്ട്, അതിനനുസരിച്ച് അത്രയും പ്രതിബിംബങ്ങളും. റിഫ്ലക്റ്റിംഗ് സർഫസസ് എത്രയുണ്ടോ അത്രയും എണ്ണം പ്രതിബിംബം കാണും. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രതിബിംബങ്ങളുടെ ക്വാളിറ്റി മാറും. പ്രതിബിംബങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ബിംബത്തിനെ അത് ബാധിക്കുന്നില്ല. ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം അല്ലെ, ആ പാത്രം ഒന്ന് ചെറുതായിട്ട് അനങ്ങിയാൽ പ്രതിബിംബം കുലുങ്ങുന്നു, ഷാറ്റേർഡ് ഇൻ ടു പീസസ്. പക്ഷെ സൂര്യൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുറപ്പിക്കൂ. ആ ഉദാഹരണത്തിന്റെ വലിയ ഈ തത്വം സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. പരിചിൽ കാണുന്നത് ജീവാത്മാവറിയടോ, തേജോരൂപിണിയാകും എന്നുടമായ തങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു. ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താ സൂചിപ്പിക്കുന്നത്? മായയാകുന്ന വലിയ ഒരു കണ്ണാടിയിലാണ് പ്രതിഫലിക്കുന്നത്. അപ്പൊ വ്യഷ്ടി തലത്തിൽ നമ്മുടെ മനോബുദ്ധിയാദികളും, സമഷ്ടി തലത്തിൽ മായയുമാണ് ഇതിനെ പ്രതിഫലിപ്പിക്കുന്നത്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ തലത്തിൽ, സമഷ്ടി എന്ന് പറയുമ്പോൾ ടോട്ടൽ, ഇൻഡിവിജ്വൽ ആൻഡ് ടോട്ടൽ, കളക്റ്റീവായിട്ട് എല്ലാം കൂടെ ഇത് വരുമ്പോൾ മായയുടെ സൂചിപ്പിക്കുന്നു. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. സാക്ഷിയായുള്ള ബിംബം, നേരത്തെ സാക്ഷിയെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇതിനൊക്കെ കണ്ടിട്ട് ബിംബത്തിന് യാതൊരു ഇൻവോൾവ്മെന്റും ഇതിനോടൊന്നും വരുന്നില്ല, അതിങ്ങനെ തന്നെ നിൽക്കുന്നു. ചില പ്രതിബിംബം മോശമായിട്ടിരിക്കുന്നു, ചിലത് അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. അല്ലേ? മിററിന് വല്ല പ്രത്യേകതയുണ്ടോ? ഈ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഡ്രസ്സിംഗ് മിറർ ഉണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടിക്കുള്ള റൂമിൽ. എത്രയോ പെൺകുട്ടികൾ അവിടെ വന്നു ഡ്രസ്സ് ചെയ്തു പോയി. ആ മിററിന് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതിൽ? എങ്കിലും എന്താകുമായിരുന്നു? അതിനകത്ത് നിറയെ അതിന്റെ മുമ്പിൽ വരുന്നു, പ്രതിബിംബിക്കുന്നു. ബിംബോൾ മാറുന്നതോടുകൂടി പ്രതിബിംബം കഴിഞ്ഞു. നമ്മുടെ മനസ്സിലാണെങ്കിലോ, മനസ്സാകുന്ന കണ്ണാടിയിൽ എന്തൊക്കെയോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ച മാലിന്യം. അപ്പോൾ ഒരു കണ്ണാടിയെ പോലെ ശുദ്ധമാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല, അതേസമയത്തുള്ളതിനെ ഉള്ളതുപോലെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇതാണ് മഹാത്മാക്കളുടെ മനോബുദ്ധിയാദികളും നമ്മുടെയൊക്കെ മനോബുദ്ധിയാദികളുമായിട്ടുള്ള വ്യത്യാസം. ഒരുപാട് തത്വം അടങ്ങുന്ന ഉദാഹരണങ്ങളാണ്. ഓരോ ജലാശയങ്ങളിൽ ഈ മഹാകാശം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ സ്പേസ്, പുറമേ കാണുന്ന ഈ ഇത് മുഴുവനും കൂടെ ചേർത്ത് അതിൽ പ്രതിഫലിക്കുന്ന പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ മേളിലുള്ള ആകാശം ഇതിൽ പ്രതിഫലിക്കുന്നത് പോലെ തോന്നും. പക്ഷേ സാക്ഷാലുള്ള പരബ്രഹ്മം അതുപോലെയാണ്. സാക്ഷാൽ ഉള്ളത് പരബ്രഹ്മം സാക്ഷിയായിട്ട് അങ്ങനെ നിൽക്കുന്നു. ബാക്കി എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും അതിനെ ഇതൊന്നും ബാധിക്കും. പീഡനങ്ങൾ നടക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു, കുതികാൽ വെട്ട് നടക്കുന്നു, അതിനിടയ്ക്ക് ഇതൊക്കെ നടക്കുന്നു.
ഇതൊക്കെ ആരുടെ ബിസിനസ്സാണ്? നിങ്ങളുടെയൊക്കെ ബിസിനസ്സാണ്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സൂര്യദേവന്റെ ഉദാഹരണം പഠിക്കൂ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇതിലൊക്കെ നടക്കുന്നു, പക്ഷേ ടോട്ടലി അൺഅഫക്റ്റഡ്. സൂര്യനാരായണൻ അങ്ങനെ ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. രാവിലെ സൂചിപ്പിച്ചു. പ്രജ്ഞാനം ബ്രഹ്മ, പിന്നെ അയം ആത്മാ ബ്രഹ്മ, തത്വമസി അഹം ബ്രഹ്മാസ്മി. 4 മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകർഷേണ ജ്ഞാനം ബ്രഹ്മ. നമ്മുടെ ഉള്ളിൽ പ്രകർഷേണ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, അറിവായിട്ട് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ജ്ഞാനമാണ് ബ്രഹ്മം, ആത്മാവ്, ഭഗവാൻ. ഓരോന്നിനെ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ അറിയിക്കുന്ന ബോധം ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ്. അഥവാ ആ ബോധം തന്നെയാണ് അയം ആത്മാ ബ്രഹ്മ. ഇതെന്തിന്റെ സാന്നിധ്യത്തിലാണ്? ആത്മാവ്. എല്ലാ ശരീരങ്ങളിലും പ്രവർത്തിക്കുന്ന ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവെന്ന് പറയുന്നത് അത് തന്നെയാണ് ബ്രഹ്മ. അപ്പൊ എത്ര വാക്കുകൾ പറഞ്ഞു? പ്രജ്ഞാനം, ബ്രഹ്മ, ആത്മാ. ഇത് 3 ശബ്ദങ്ങൾ അതിൽ വന്നു. ഇത് 3 ഒന്ന് തന്നെയായിട്ട് മനസ്സിലായില്ലേ? പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും പറഞ്ഞത് 3 ഒന്ന് തന്നെയാണ്. തത് ത്വം അസി, അത് നീ ആകുന്നു. ഏത്? പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും ഏതൊരു ചൈതന്യത്തെയാണോ വിശേഷിപ്പിച്ചത് അത് ആരാ ഈ നീ? നമ്മൾ ഓരോരുത്തരും. ഗുരുനാഥന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഓരോരുത്തരും, നമ്മളോട് ഓരോരുത്തരോടുമാണ് ശാസ്ത്രം പറയുന്നു തത് ത്വം അസി. പ്രജ്ഞാനമെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന, അതിനെ സൂചിപ്പിക്കുന്നു തത് എന്ന ശബ്ദം. ത്വം എന്ന ശബ്ദം നമ്മുടെ ഓരോരുത്തരെയും സൂചിപ്പിക്കുന്നു. തത് ത്വം അസി, അത് നീ ആകുന്നു. സ്പഷ്ടമായി. ഇതാരോട് പറയുന്നു? ഗുരുനാഥൻ ശിഷ്യനോട് പറയുന്നു. ശിഷ്യൻ അത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ മനനം ചെയ്യുന്നു. ഗുരുനാഥൻ എന്നോട് അപ്പൊ ഗുരുനാഥന്റെ തത് എനിക്കും തതാണ്. പക്ഷെ ഗുരുനാഥന്റെ ത്വം എനിക്ക് അഹമാണ്. കുട്ടികളൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളെന്ത് മനസ്സിലാക്കും? ത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അഹം എന്നാണ് മനസ്സിലാക്കുന്നത്. നീ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ, ഓരോരുത്തരും ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഞാൻ എന്ന് മനസ്സിലാക്കുന്നില്ലേ? ആ ഞാനാണ് അഹം എന്ന്. ആ ഞാൻ ചിന്തയുടെ പരമമായ ഭാവത്തെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് സൂചിപ്പിക്കുന്നത്. എന്താ ഈ പരമമായ ഭാവം എന്ന് പറഞ്ഞത്? ഈ ശരീരമനോബുദ്ധ്യാദികളോട് ചേർന്നിട്ട് ഞാൻ 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 എത്രയോ വർഷം മുമ്പ് ജനിച്ച ഒരു ഞാൻ, ഇന്നയാളുടെ ഭർത്താവായ ഞാൻ, അച്ഛനായ ഞാൻ, അപ്പൂപ്പനായ ഞാൻ, ഇങ്ങനെയൊക്കെ ഒരു ഞാനുണ്ട്. ആ ഞാനല്ല. പിന്നെ ഡിവോയ്ഡ് ഓഫ് ഓൾ ഉപാധീസ്. അല്ലേ? ഈ പറഞ്ഞൊക്കെ ഓരോ ഉപാധികളും റോളുകളുമാണ്. അതിനെയൊക്കെ മൈനസ് ചെയ്യുമെന്ന്. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഞാൻ ശേഷിക്കും. ഏത്? ശുദ്ധ ചൈതന്യം, ശുദ്ധ ബോധം എൻ്റെ ഉള്ളിൽ. ഗജേന്ദ്രസ്തുതിയിൽ നമ്മൾ കണ്ടില്ലേ? സ്ത്രീയല്ല, പുരുഷനല്ല, എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത്? ആ ബോധമാണ് ഞാൻ. ഇങ്ങനെ ആ ഞാൻ എന്ന് എന്തൊക്കെയാണോ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് അതിനെല്ലാം നിഷേധിക്കുന്നു. കാരണം ഇപ്പൊ നമ്മളോട് നിങ്ങൾ ആര് എന്ന് ചോദിച്ചാൽ എന്തോ ഒരു മറുപടി പറയും? ആര് എവിടെ വെച്ച് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും മറുപടി. ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളിനോട് പ്രേംകുമാർജി
നിങ്ങൾ ആരാന്ന് ഇവിടെ വെച്ച് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? ഞാനാണ് ഇവിടുത്തെ, ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ മാനേജറായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു. പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഉടനെ അത് പറയുമോ? അപ്പൊ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കാലദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തെങ്ങാനും വന്നതെന്ന് ചോദിക്കുന്ന ആളാണെങ്കിൽ എന്ത് പറയും? പഴയ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളാണ്. അമ്പലത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ചോദിച്ചാൽ എന്ത് പറയും? 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനാണ് ഞാൻ. ഭാര്യയുടെ ഓഫീസിൽ ചെന്നിട്ടാണെങ്കിലോ അത് അവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ശാരദാകുമാരിയുടെ ഭർത്താവാണ് ഞാൻ. എൻ്റെ ഓഫീസിൽ വെച്ച് തന്നെയാണെങ്കിലോ ഇന്ന സെക്ഷനിലെ ഓഫീസറാണ് ഞാൻ. ഇതിലാരാണ് ശരിക്കുള്ള ഞാൻ? ആലോചിക്കൂ. അപ്പൊ ഞാൻ ആരാന്ന് ചിന്തിക്കുന്ന ഇത് ഈ ഓരോ കാലത്തിനും ദേശത്തിനും അവസരത്തിനും അനുസരിച്ചുള്ള മറുപടിയല്ലേ നമ്മൾ പറയുന്നത്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലോ എന്ത് ശേഷിക്കും? ഇതിനെയൊക്കെ നിഷേധിക്കാൻ സഹായിക്കുന്ന ഉള്ളിലുള്ള നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ചൈതന്യം മാത്രം ശേഷിക്കും. അതാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന്. കാരണം പലർക്കും സംശയം ഉണ്ടാവാം, എന്താണ് ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ? ഞാൻ ബ്രഹ്മമാകുന്നു എങ്ങനെയാ പറയുക? അതേത് ഞാനെ ഉദ്ദേശിക്കുന്നത്? ശരീരവുമായിട്ടോ മനസ്സുമായിട്ടോ ബുദ്ധിയുമായിട്ടോ ബന്ധപ്പെടാത്ത ഒരു ഞാൻ ഉള്ളിലുണ്ട്. അതേതാ ഞാൻ? ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ. അല്ലെ, ഒരേ ശരീരത്തില് ബാല്യം യൗവനം കൗമാരം ഒക്കെ വന്ന് ഇപ്പം വാർദ്ധക്യത്തിലേക്ക് വന്നു. ഈ അവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞെങ്കിലും ഒന്ന് മാത്രം മാറിയിട്ടില്ല. എന്ത്? ഞാൻ. ഓർമ്മ വെച്ച കാലം മുതൽ പറഞ്ഞു തുടങ്ങിയാണ് ഞാൻ. അല്ലെ, അതിന് മാത്രം ഇപ്പോഴും ഒരു മാറ്റമില്ല. അന്ന് ഞാൻ ഉദ്ദേശിച്ച ഒന്നും ഇതിലില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ശരീരത്തിലൊരംശവും ഇല്ല, യാതൊരു സംശയവും ഇല്ല. എന്തുകൊണ്ട്? മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഓരോ 7 കൊല്ലം കഴിയുമ്പോഴും പുതിയ സെല്ലുകളൊക്കെ ജനിച്ചു കഴിഞ്ഞു. അപ്പൊ അന്നത്തെ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ഇതില്, ഈ തടിയില്? മനസ്സിലോ അന്ന് കൊണ്ടു നടന്നിരുന്ന സങ്കല്പങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഇപ്പോഴ്? ബുദ്ധിയിലോ അന്ന് വലിയ വിപ്ലവവും വിപ്ലവാരിഷ്ടവും ഒക്കെ ആയിട്ട് നടന്നു, പക്ഷെ ഇപ്പോഴോ? അപ്പൊ എന്തുണ്ട് പഴയതിലെ ബാക്കി? അഹം എന്ന ഒരു ചിന്ത മാത്രം. ഉള്ളിൽ ഈ അഹം എന്ന ചിന്തയെ ഉണർത്തുന്ന ഒരു ബോധമുണ്ട്. അതാണ് ശരിയായ അഹം, അതാണ് ബ്രഹ്മ അസ്മി എന്ന്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം. നേരത്തെ പറഞ്ഞു വേദാന്ത വാക്യാർത്ഥ വേദ്യനാണ് ഭഗവാൻ. ഇതാണ് വേദാന്ത വാക്യാർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ മഹാവാക്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയണം? തത്വമസി. That contains everything, sum and substance of the entire Vedanta philosophy. തത്വം അസി. നമ്മുടെ ശാസ്ത്രത്തിന്റെ മുഴുവൻ സന്ദേശവും അതിലടങ്ങിയിരിക്കുന്നു. നമുക്കൊരു സപ്താഹത്തിന് അത് മാത്രം മതി, ആ മഹാവാക്യം മാത്രം മതി. ഈ മഹാവാക്യം ഗുരു ഉപദേശിക്കുന്നു. ആദ്യം പറഞ്ഞത് 2 നിർദ്ദേശവാക്യങ്ങളാണ്. ഏതൊക്കെ? പ്രജ്ഞാനം ബ്രഹ്മായമാത്മാ എന്ന് പറഞ്ഞത് 2 നിർദ്ദേശവാക്യങ്ങൾ. തത്വമസി ഉപദേശവാക്യം, അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി എന്ന് എവിടെയാണ് അറിയുന്നത്? ഉള്ളിലാണ് അറിയുന്നത്. ഗുരുനാഥനോട് പറയുന്നത് പോലെ തോന്നുമെങ്കിലും ആദ്യം ഉള്ളിലാണ് അറിയുന്നത്. അഹം ഉള്ളിലേക്ക് തിരിയുമ്പോൾ ആ ചൈതന്യ സ്വരൂപൻ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്
അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയും. അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ച അനുഭൂതി. നന്നായിട്ടിങ്ങനെ ബാക്കിയുള്ള എല്ലാം ഡിസ്മിസ് ചെയ്ത്, അല്ല, ഇതാണ് ധ്യാന പ്രക്രിയ കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ഞാനതല്ല എന്നിങ്ങനെ വിട്ടോളൂ. വെറുതെ കണ്ണടച്ചിട്ട്, കണ്ണടയ്ക്കണം നിർബന്ധമില്ല, പക്ഷെ കണ്ണടയ്ക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തിലേക്കെങ്കിലുമൊക്കെ ദൃഷ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? മനസ്സിനെ ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ. ഇതാണ് ശാസ്ത്രം പറയുന്നത്. ചക്ഷു കണ്ണിനെ റിവേഴ്സിലിടുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക്. സാധാരണ കണ്ണെല്ലാം വെളിയിലേക്ക് പോകാനാണ്, അല്ലേ? പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ. സ്വയംഭൂവായ ബ്രഹ്മാവ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പരാങ് പശ്യതി. തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ. പുറത്തുള്ളതിനെയൊക്കെ കാണാനാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? കണ്ണൊക്കെ എങ്ങനെയായിരിക്കുന്നത്? എല്ലാം വെളിയിലേക്ക്. അതുകൊണ്ട് വെളിയിലുള്ളതൊക്കെ കേൾക്കാനും കാണാനുമാണ് നമുക്ക് ഇഷ്ടം. ന അന്തരാത്മൻ. ഉപനിഷത്ത് മന്ത്രമാണിത്. പിന്നെ ആർക്കായി സാധിക്കുക? കച്ചിത് ധീരാ പ്രത്യേകാത്മാനം ഐക്ഷത്. എന്താണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിൻ്റെയോ സാന്നിധ്യത്തിലാണല്ലോ എൻ്റെ മനോബുദ്ധിയാദികൾ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? കേനേഷിതം പതതി. അല്ലെ, ഇങ്ങനെയാണ് കേനോപനിഷത്ത് ആരംഭിക്കുന്നത്. കേന ഈഷിതം പതതി. ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് കണ്ണ് കാണുന്നത്, കാത് കേൾക്കുന്നത്, മനസ്സ് ചിന്തിക്കുന്നത്? യാതൊന്നിനെയാണോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്? എന്നാൽ യാതൊന്നുള്ളിലുള്ളത് കൊണ്ടാണോ കണ്ണിന് കാണാൻ കഴിയുന്നത്? അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിക്കോളൂ. യാതൊന്നിനെയാണോ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത്? എന്നാൽ യാതൊന്നുള്ളിലുള്ളത് കൊണ്ടാണോ കാതിന് കേൾക്കാൻ കഴിയുന്നത്? യാതൊന്നിനെയാണോ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തത്? എന്നാൽ യാതൊന്നുള്ളിലുള്ളത് കൊണ്ടാണോ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ നോക്കിക്കോളൂ. അപ്പൊ എവിടെ ചെന്നെത്തും? ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ എത്തും. ഇങ്ങനെ ഓരോന്നിനെയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ദിവസം കുറച്ച് സമയം അതിനുപയോഗിക്കൂ. കച്ചിത് ധീരാഹ പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു. എന്തിനു വേണ്ടിയിട്ട്? അമൃതത്വമിച്ഛൻ. ആ ഉള്ളിലുള്ള അമൃതത്വത്തെ കണ്ടറിയുന്നതിന്. അമൃതത്വം എന്നൊക്കെ പറയുമ്പോൾ പാലാഴി കടഞ്ഞെടുത്ത ഒരമൃതാണ് ഞാനെന്നൊന്നും ഓർമ്മിക്കരുത്. പിന്നെ നമ്മുടെ മനസ്സാകുന്ന പാലാഴി കടഞ്ഞെടുക്കുന്ന കിട്ടുന്ന അമൃതാണ് ദാറ്റ് സെൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി. ആ അമൃതത്വം ഉള്ളിലാണ് അറിയേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരായി? അമൃതാർക്കുള്ളതാണ്. അമരന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരണമില്ലാത്തവരാകുന്നു. എന്തുകൊണ്ട്? ഇതുവരെ ഞാൻ ധരിച്ചിരുന്നത് മരണമുള്ള ശരീരമാണ് ഞാനെന്നാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്ത്? ഞാനുള്ളത് കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് എന്ന് ബോധ്യമായി. നേരെ തിരിഞ്ഞു. ഇന്നലെ വരെയുള്ള ധാരണ നേരെ തിരിഞ്ഞു. എന്ത്? ശരീരം എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ശരീരത്തിൽ നിന്നും മനോസിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒക്കെ അതീതമായ, അവയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന നിരപേക്ഷമായ അസ്തിത്വം, അൺകണ്ടീഷണൽ എക്സിസ്റ്റൻസ് മാത്രമാണ് ഞാനെന്ന് സ്വയം ഉള്ളിലറിയാൻ കഴിയുന്നു. ഇതാണ് പരമമായ അവസ്ഥ. അത് ബോധിക്കുമ്പോഴത്തെ അനുഭൂതിയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് സൂചിപ്പിക്കുന്നത്. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് വെറുതെ ആ വാക്ക് കാണാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പിന്നെ തത്വമസ്യാദി, ആദ്യം സൂചിപ്പിച്ചത് എന്താ? തത്വമസ്യാദി പോലുള്ള എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? തത്വമസി അഹം ബ്രഹ്മാസ്മി എൻ്റെ കൂടെ സൂചിപ്പിച്ച 2 നിർദ്ദേശവാക്യങ്ങൾ. അപ്പൊ 2 നിർദ്ദേശവാക്യങ്ങൾ, ഒരു ഉപദേശവാക്യം, ഒരു അനുഭവവാക്യം. അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ അനുഭവിച്ച് അറിയാൻ കഴിയണം. ഈ മഹാവാക്യങ്ങളെയാണ് അവിടെ സൂചിപ്പിച്ചത്. തത്വമസ്യാദി
മഹാവാക്യാർത്ഥം. ആ മഹാവാക്യം അറിഞ്ഞുകൊണ്ടായില്ല, പിന്നെ മഹാവാക്യാർത്ഥത്തെ വിചാരം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കണം. അതിന് ബ്രഹ്മനിഷ്ഠനും ശ്രോത്രിയനുമായ ഒരു ഗുരുനാഥന്റെ ഉപദേശം വേണം. ഡിക്ഷണറി എടുത്തിട്ട് തത്വമസിയും അഹം ബ്രഹ്മാസ്മി നോക്കിയാൽ ശരിയാവില്ല എന്നർത്ഥം. അവിടെ ത്വമിന്റെയും അഹം ഒക്കെ അർത്ഥം നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കും. അപ്പൊ ത്വം എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ്, അഹം എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ഒരു ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഈ ത്വം തന്നെയാണ് അഹം എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ട്? ഇപ്പോൾ അഹം ത്വം എന്നത് ഭേദബുദ്ധിയാണ്. രണ്ടും ഒരേ പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിഫലനം മാത്രമാണെന്ന് അറിയുമ്പോൾ അഭേദമാകുന്നു. നേരത്തെ പറഞ്ഞില്ലേ, അഭേദയായുള്ള ഒരു ഭക്തി. അത് വരണമെങ്കിൽ ഈ അഭേദമായ ഈ അവസ്ഥയെ ഉള്ളിൽ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുക. ആ ഒരൊറ്റ ലൈൻ കൊണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിൽ ചിന്തിക്കാം. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമതത്വത്തെ അറിഞ്ഞിടാം. എങ്ങനെ? ആചാര്യകാരുണ്യത്താൽ. ഇവരെ വാക്കുകൾ നോക്കൂ, എത്ര സുന്ദരമായ പ്രയോഗം. ഒരാചാര്യന്റെ കാരുണ്യം കൊണ്ടേ അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു ഗുരുനാഥനുള്ളവർക്ക് മാത്രമേ സത്യത്തെ അറിയാൻ സാധിക്കൂ. ആചാര്യവാൻ പുരുഷോ വേദ. ഇതാണ് ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നത്. ഒരു ഗുരുനാഥനുള്ളവർക്ക് മാത്രമാണ് സത്യത്തെ അറിയാൻ കഴിയുക. നാരായണ നാരായണ. ഈ ലൈനൊന്നും ഒരിക്കലും മറക്കാതിരിക്കൂ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. ആചാര്യന്റെ കാരുണ്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഗുരു കൃപയെക്കുറിച്ച്. അപാര കൃപാസിന്ധുക്കളാണ് മഹാത്മാക്കൾ, ഗുരുക്കന്മാർ. സത്യത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മജ്ഞാനികളായ മഹാത്മാക്കൾക്ക് ഒന്നും ആവശ്യമില്ല. പിന്നെ അവർ ചെയ്യുന്ന മുഴുവൻ എന്തുകൊണ്ടാണ്? കാരുണ്യം കൊണ്ടാണ്. മദ്ഭക്തവനായുള്ളവനിപ്പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ, എന്താ അവിടെ പദം? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പദം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? തത്വം. അക്ഷരത്തെറ്റുകൊണ്ടാണ് പദം എന്ന് എഴുതിയതെന്ന് തെറ്റിദ്ധരിക്കരുത്. മദ്ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ, ഈ തത്വത്തെ അറിയുമ്പോൾ. അപ്പൊ ആർക്കാ ഈ തത്വത്തെ അറിയാൻ സാധിക്കുക? എന്താണ് കണ്ടീഷൻ? ഭക്തനായിരിക്കണം. മദ്ഭക്തനായ ആദ്യം ഭക്തി വേണ്ടത്ര. നേരത്തെ പറഞ്ഞു, ഭക്തി ഉള്ളിൽ വളർന്ന് പാകമാകുമ്പോൾ മാത്രമേ ജ്ഞാനത്തിനുള്ള ദാഹം. ദേവി എന്താ ഭഗവാനോട് ചോദിച്ച വാചകം ഓർമ്മയുണ്ടോ? എങ്ങനെയാ ചോദിക്കുന്നത് പറഞ്ഞത്? ആകാംക്ഷാപരവശചേതസാ ചോദിക്കുന്നു. ഈ ആകാംക്ഷാപാരവശ്യമുള്ള ഒരു ചേതസ് നമുക്കുണ്ടാവണം. തത്വത്തെ അറിയാനുള്ള ഒരു ജിജ്ഞാസ. അർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. 4 കൂട്ടരെ ഭഗവാൻ ഗീതയിൽ സൂചിപ്പിച്ചു. അതിൽ ജിജ്ഞാസുവിനെ എടുത്ത് സൂചിപ്പിക്കുന്നു. ഭഗവത് തത്വം അറിയാനുള്ള താല്പര്യം. അങ്ങനെ ഭഗവാന്റെ തത്വം അറിയുമ്പോൾ, അതാണ് ഭക്തനായുള്ളവൻ ഈ പദം അറിയുമ്പോൾ. തിരിച്ചു മനസ്സിലാക്കണം, ഈ പദം അറിയണമെങ്കിൽ ആരായിരിക്കണം? മദ്ഭക്തനായിരിക്കണം. ഭഗവത് ഭക്തി പരമമായ ഭാവത്തിൽ എത്തുമ്പോൾ മാത്രമേ ജിജ്ഞാസ ഉണരുകയുള്ളൂ. അത് പരമമായ ഭാവത്തിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പരമമായ ഭക്തനും പരമമായ ജ്ഞാനിനും, അതായത് പരമഭക്തനും പരമജ്ഞാനിയും
ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വേറെ യാതൊരു സംശയങ്ങളും പിന്നെ ഇല്ലാതെയാകുന്നു. ആർക്കാണ് പിന്നെ ഈ സംശയം ഉണ്ടാകുക? മദ്ഭക്തി വിമുഖന്മാർ.